നമസ്കാരം. എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഉയരുകയാണ്. ഈ അവസരത്തിൽ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇനി വിദേശ രാജ്യങ്ങളിൽ നിന്നും വിമാനത്തിൽ എത്തുന്ന പ്രവാസികളിൽ RT-PCR പരിശോധന നടത്താനുള്ള നിർദ്ദേശം സർക്കാർ നൽകിയിരിക്കുകയാണ്. റാൻഡം പരിശോധനയായിരിക്കും ഇവരിൽ നടത്തുക. വിദേശത്ത് നിന്ന് വരുന്നവരിൽ 2% പേരെ RT-PCR പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശത്തിൽ പറയുന്നത്. ഏതെങ്കിലും 2% പേരെ പരിശോധിച്ച് അതിൽ പോസിറ്റീവ് ആകുന്ന സാമ്പിളുകൾ ജനിതക ശ്രേണീകരണത്തിന് അയക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാജ്യത്ത് നിലവിലുള്ള ആരോഗ്യ നിരീക്ഷണ സംവിധാനങ്ങളെ കോവിഡ് നിരീക്ഷണ സംവിധാനവുമായി സംയോജിപ്പിക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് പകർച്ചവ്യാധി നിരീക്ഷണ പ്രവർത്തനങ്ങൾക്കുള്ള പുതിയ കേന്ദ്ര മാർഗനിർദ്ദേശം. സാമ്പിൾ ശേഖരിക്കുന്നത് മുതൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോൾ വരെ ഓരോ ഘട്ടത്തിലും നിരീക്ഷിക്കുകയും രോഗത്തെ സംബന്ധിച്ച വിവരങ്ങൾ ഏകോപിപ്പിക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. നിലവിലുള്ള ആരോഗ്യ നിരീക്ഷണ സംവിധാനങ്ങളെ കോവിഡ് നിരീക്ഷണ സംവിധാനവുമായി സംയോജിപ്പിക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് പകർച്ചവ്യാധി നിരീക്ഷണ പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്രത്തിന്റെ പുതിയ മാർഗനിർദ്ദേശം. അതേസമയം കോവിഡിന്റെ പ്രതിസന്ധികൾ നിലനിൽക്കുന്ന ഈ സമയത്ത് പ്രവാസികൾക്ക് വമ്പൻ ഓഫറുകളുമായി എത്തിയിരിക്കുകയാണ് വിമാന കമ്പനിയായ എമിറേറ്റ്സ്. വിമാനത്തിൽ ദുബായിലേക്ക് ടിക്കറ്റ് എടുക്കുന്നവർക്കാണ് ഈ ഓഫർ ലഭിക്കുക. ഇവർക്ക് ബുർജ് ഖലീഫയിൽ പ്രവേശിക്കാനുള്ള സൗജന്യ ടിക്കറ്റ് ഉൾപ്പെടെ ഒട്ടേറെ ഓഫറുകളാണ് എമിറേറ്റ്സ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദുബായ് ഫൗണ്ടൻ ബോട്ട് വാക്ക്, അബുദാബി ലുവർ മ്യൂസിയം എന്നിവ കാണാനും ടിക്കറ്റുകൾ നൽകും. ജൂലൈ 1 മുതൽ സെപ്റ്റംബർ 30 വരെ ടിക്കറ്റുകൾ എടുക്കുന്നവർക്കാണ് ഈ സൗജന്യ ഓഫറുകൾ ലഭിക്കുക. ഓരോ പ്രദേശത്തെയും ബുക്കിംഗ് കാലാവധിക്ക് വ്യത്യാസം ഉണ്ടാകുമെന്നും ഇത് വെബ്സൈറ്റിൽ നോക്കി മനസ്സിലാക്കണമെന്നും എമിറേറ്റ്സ് അധികൃതർ അറിയിപ്പിൽ പറയുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.